ഭയങ്കര പൊളിയായിരുന്നു. ഓർക്കാൻ തന്നെ പേടിയാവുക. ഞങ്ങൾ സംസാരിച്ച് വീടെത്തിയതും തെണ്ടീൻ്റെ മുന്നിൽ ജ്യൂസ് കൊണ്ടുവന്ന് നിൽക്കുന്നു. ഡിയേ, അത് അജൂക്കിയല്ലേ? അജൂക്കിയല്ല, കുജൂക്ക, തെണ്ടി. ബാപ്പച്ചി, ഇതാ ഞങ്ങളെ ഫ്രണ്ട്. ഓളപ്പച്ചനെ എൻ്റെ ബാപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു. അവർ രണ്ട് കണക്കാ കഥ പറച്ചിൽ തുടങ്ങി. ഇനി ഇന്ന് മുഴുവൻ അതാവും. അമിക്ക, ഇതെൻ്റെ ഷെമി. ഓ, പോയി കുളിച്ച് ഡ്രസ്സ് മാറാൻ നോക്ക്. പല്ല് പോലും തേക്കാതെ നടക്കുക. ഞാൻ ഷെമിയെ നോക്കി വിളിച്ച് കാണിച്ചു. ഇതാണ് മണവാട്ടി അമ്മിക്കുട്ടി. ആ, നീ പറയുന്ന ജന്തു അല്ലേ? നമ്മൾ അമ്മിയെ നോക്കി നന്നായൊന്ന് വിളിച്ചു. ഓൾ നമ്മളെ നോക്കി പല്ല് അടിച്ച് നിൽക്കുക. പറഞ്ഞതുപോലെ പല്ല് തേച്ചില്ലല്ലോ. എടി, ആജുക്ക് എന്താ ഇവിടെ? അത് അമിക്കയുടെ ഫ്രണ്ടാടി. ബസ്സിലുള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ എന്ന് എനിക്കിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നിനക്കറിയോ, ഒരു പാടാനറിയടി. ഹോ, എന്താ ഒരു പാട്ട്! നജീം അർഷാദ് പാടും ഇതുപോലെ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായെങ്കിലേ നീ ഓനെ കെട്ടിക്കോടി. എന്നാ എന്നും പാട്ട് കേൾക്കാലോ. അതിന് ഓനെന്നെ കെട്ടില്ലടി. ഓനെന്നെ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ വരുമോ? ആ, അല്ലെങ്കിൽ നിന്നെയൊക്കെ ആര് കെട്ടാനാ? ഓ, നിന്നെ കെട്ടാൻ വരുമല്ലോ രാജകുമാരൻ. പെയിന്റ് ചെയ്യാൻ വന്നാൽ നീ ആരെയോ പ്രേമിച്ചു വെക്കുന്നൊക്കെ കേട്ടല്ലോ. ആരെയും കിട്ടിയില്ല നിനക്ക്? അന്ന് പെയിന്റ് ചെയ്യാൻ വന്നതൊരു ബംഗാളി അടി. നീയമോളെ. ഹായ്, ആരപ്പത്? ഞാൻ തിരിഞ്ഞു നോക്കിയതും ദേ നിൽക്കുന്ന ബംഗാളി. ഇങ്ങനെ മലയാളം മാറുന്നില്ലേ? വാവ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പല്ല് പോലും തേക്കാത്ത എന്നെ പറ്റിയോ? ഇങ്ങനെ നിന്നെ ബംഗാളിയായി ജനിച്ചത് അതുകൊണ്ടല്ലേ? നിനക്ക് നല്ല ചേർച്ച. നീ പ്രേമിച്ച് എന്നെ കാണിച്ച് എന്നെ ബോധം കെട്ടുന്നു പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പൊടി പട്ടി, ഞാനിങ്ങനെ പ്രേമിക്കാനൊന്നും പോയിട്ടില്ല. എന്നെ കാണുമ്പോൾ നിയമോളെന്ന് വിളിച്ചു വരിക. എന്തായാലും നിനക്ക് നല്ല ചേർച്ചയുണ്ട്. കെട്ടിക്കൊടി. എന്നേക്കാൾ ചേർച്ച നിനക്കാ. ഓളെ ചെവിയിൽ പറഞ്ഞ് ഞാൻ അങ്ങേരെ നോക്കി. മാർജാൻ കാക്കു, ഇതെൻ്റെ ഫ്രണ്ട് ഷെമി. ഓ, ഐസി. ഞാൻ ഐസാണെന്നോ? കണ്ടപ്പോൾ തോന്നിക്കാണും. ഓളെന്നെ നോക്കി വിളിച്ച് ഓനിട്ട് കൊടുത്തിട്ട് മുങ്ങി. അല്ലെങ്കിൽ കുരിപ്പ് ഇങ്ങനെയാ. ഓനെ നോക്കി ഞാൻ മെല്ലെ പിന്നോട്ട് നടന്ന് ഓടാൻ നിന്നതും ആരോ ചെന്നിടിച്ചു. വീട് മുഴുവനൊന്ന് കുലുങ്ങിയോ എന്നൊരു ഡൗട്ട്. അതെങ്ങനെയാ? 10-15 ഗ്ലാസ് അല്ലേ ഒരുമിച്ച് പൊട്ടിച്ച് തെറിയത്. അതാണെങ്കിൽ ആ തെണ്ടി അജുവിൻ്റെ കയ്യിലും. എവിടെ നോക്കിയാടി നടക്കുന്നേ? കണ്ണൂടെ നിനക്ക്? എനിക്ക് ഇഷ്ടമുള്ളവരെ നോക്കും. അതിന് തനിക്കെന്താ? അങ്ങനെ തൊള്ള തുറക്കുന്നതിന് മുമ്പേ ഞാൻ ഓടിക്കേറി. ഇന്ന് പോക്ക. ഇനി ആ ഷർട്ട് കൂടി കഴുകി കൊടുക്കേണ്ടി വരുമോ എന്തോ. ഞാൻ മുറി കയറി ധാവണിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ബാത്റൂമിൽ കയറാൻ നിന്നതും ഉമ്മച്ചി വന്ന് കയറിപ്പോയി. ഉമ്മച്ചി, എനിക്ക് കുളിക്കണം. ഓ, നീ കുളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഇറങ്ങിയിട്ട് മതി. ആ, അതും നേരാ. വല്ല ചെളിവെള്ളം എന്നെയും കാത്ത് നിൽക്കാവും. അമ്മയുടെ കുളി കഴിഞ്ഞ് വേണേൽ അവിടെ പോയിക്കോ. ബാക്കി എല്ലാത്തിലും ആളുണ്ട്. അപ്പൊ പല്ല അമ്മയ്ക്കയുടെ ബ്രഷ് കൊണ്ട് തേച്ചാൽ മതിയോ? അങ്ങേരെ അറിയണ്ട, ഇന്നൊരു ദിവസമല്ലേ. നേരം വെളുത്തില്ല. നിനക്ക് പണി കിട്ടി തുടങ്ങിയല്ലേ? ആ കുരിപ്പ് ഒറ്റ ഇരുത്തിയോ? അവളെ നോക്കി നടക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നോക്കാൻ പറ്റിയൊരു ചിരക്ക്. ഞാൻ പോവാ. എനിക്കൊന്നും വയ്യ താങ്ങാൻ. വീട്ടിൽ പോലും ഇപ്പോൾ ട്രോളി തുടങ്ങി എനിക്ക് ഷർട്ട് അലർജിയാണെന്ന്. നീ എൻ്റെ മുറി പോയി ഷർട്ട് പറ്റിയാൽ മതി. ഇത് നമുക്ക് അവളെ കൊണ്ട് കഴുകിക്കാം. നീ ഇനി മിണ്ടിപ്പോരുത്. എനിക്കാണിങ്ങനെ ഒരു പെങ്ങളെങ്കിലേ ഞാൻ എപ്പോഴും ഇതിനെ തല്ലിക്കൊന്നെന്ന് അറിയോ നിനക്ക്? എടാ, ആ കുഞ്ഞിപ്പാക്ക് നേർച്ചയും കാഴ്ചയും വെച്ച് കിട്ടിയാ ഒന്നാത്. അതിനൊക്കെ കൊന്ന് ജയിലിൽ പോയ നാണക്കേട് ഇരിക്കാം. അതിനുള്ള ആരോഗ്യം പോലും അതിനില്ലെന്നേ. നോവുണ്ടല്ലോ. ഞാൻ അകത്തേക്ക് പോകണം പുറത്തേക്ക് പോകണമെന്ന് കൺഫ്യൂഷനായി നിന്നു. അമ്മി പോയതും ഞാൻ അമ്മയുടെ മുറിയിൽ തന്നെ വിട്ടു. ഇന്നതിനെ കണി കണ്ടപ്പോഴേ തോന്നി ഇതിങ്ങനെയൊക്കെ വരുമെന്ന്. മഴ കുട കുട മഴ വന്ന പൊപ്പിക്കുട. ഇതതിൻ്റെ സൗണ്ടാണല്ലോ. എന്താ ഒരു താളം! ഈ ചൂടിലിവിടെ മഴ. ഒരു പണി ഞാൻ കൊടുക്കാം. ഇന്നത്തെ ദിവസം അവൾ അതിനകത്ത് കഴിയട്ടെ. എങ്കിലും എനിക്കും കൊള്ളാം. ഞാൻ പുറമേന്ന് ലോക്ക് ചെയ്തു. അല്ല പിന്നെ അപ്പോഴവൾ തകർത്ത് പാടുക. അവളുടെ കാളരാഗം കേട്ടുകൊണ്ടാണ് ഞാൻ ഷർട്ട് എടുത്തിട്ടത്. ഇതെന്തെങ്ങനെ തീരുമെന്തോ. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിങ് ചെയ്തതും എടുത്തു നോക്കിയ ഉപ്പച്ചിയാണ്. എന്താ ഉപ്പച്ചി? എടാ അജു, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വാ. അവിടെ എന്താ? എടാ, മോൾക്ക് പെയിൻ തുടങ്ങി. നിനക്കറിയാലോ എനിക്ക് ഹോസ്പിറ്റലിൽ കാണുന്നത് അലർജിയാണെന്ന്. ഞാൻ അപ്പൂനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരുന്നത് വരെയെങ്കിലും ഒരാൾ വേണ്ടേടാ. ഇങ്ങക്ക് പേടിയല്ലേ ഹോസ്പിറ്റലിൽ കാണുന്നതിന്? എന്നിട്ട് അത് അലർജിയാക്കി മാറ്റിയല്ലേ? ആ, എനിക്ക് പേടി തന്നെയാ. നീ ഉണ്ടായാലും ധൈര്യടാ. നിങ്ങളാണോ ഇത്തല്ലേ പ്രസവിക്കാൻ ചെന്നത്? കേട്ടാതോ നിങ്ങൾക്കാണ് ഗർഭമെന്ന്. നീ വാചകം കളിക്കാതൊന്ന് വരാൻ നോക്കടാ. ഞാൻ ആമിയെ വിളിച്ച് പറയണോ? വേണ്ട, ആമിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ മുങ്ങാതിരുന്നാൽ മതി. ഞാൻ വരുന്നത് വരെയെങ്കിലും അവിടെ നിൽക്കണം കേട്ടോ. ആ, ഞാൻ നിൽക്കാം. ഞാനിവിടെ പുറത്തുണ്ടാവും. അകത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് ലേബർ റൂമിൽ കയറ്റൂ. ആമി, ഇത്ത പെയിനായി ഹോസ്പിറ്റലിലാണ്.
ഉപ്പച്ചിയുടെ കാര്യം അറിയാലോ, അതുകൊണ്ട് ഞാൻ ചെന്നേ പറ്റൂ. എടാ അതെങ്ങനെ ശരിയാവും? ഒന്ന് പോടാ അവിടുന്ന്. ഞാനില്ലെങ്കിൽ എന്താ? ഞാൻ പിന്നെ അവൻ്റെ ബൈക്കെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഈ സമയം മാമി അജി പോയത് ഞാൻ അകത്തേക്ക് ചെന്ന് മുറിയും അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. നീയ്ക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് അകത്തുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അവൾ തന്നെ വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകും. അല്ലാതെ കള്ളന്മാരെ പേടിച്ചിട്ടൊന്നുമല്ല. നീയ ദാവണിയൊക്കെ ചുറ്റി സുന്ദരിയായി ഡോർ തുറക്കാൻ നിന്നതും തുറക്കാൻ പറ്റുന്നില്ല. പഠിച്ചോനെ, ഈ ഡോറിന് അങ്ങേരെ സ്വഭാവം തന്നെയാണോ? അകത്തുനിന്ന് പൂട്ടിയാ പുറത്തുനിന്ന് പൂടുവോ? ഉമ്മച്ചി, ബാപ്പച്ചി. ഞാൻ ഡോറിൽ മുട്ടി കുറേ വിളിച്ചുവെങ്കിലും ആരും വന്നില്ല. ആരോ എന്നെ മനപ്പൂർവ്വം പൂട്ടിയിട്ടതാ. ഇനി ബാപ്പച്ചിയാണോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. പാവലെൻ്റെ ബാപ്പച്ചി. ഇനി ഉമ്മച്ചി എങ്ങാനും? ഏയ്, ഉമ്മച്ചൊന്നും അങ്ങനെ ചെയ്യില്ല. ഇനി അമ്മയാണോ? ഓളെ കല്യാണല്ലേ, ഓൾക്കെന്നെ ഇഷ്ടല്ലേ, അപ്പോൾ ഓളും ചെയ്യില്ല. ഇനി അമിക്കാണോ? ആവും, ഓൻ്റെ ബാത്റൂമിൽ കയറി കുളിച്ചതല്ലേ. അതോ ഇനി ഷേമിയാണോ? ഓളെ നമ്മളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഓൾ ചെയ്യില്ല. അമിക്ക് തന്നെയാവും തെണ്ടി. ഓൻ്റെ ഒരു സോപ്പ്. അതും പറഞ്ഞ് അതെടുത്ത് ടോയ്ലറ്റിലേക്ക് ഇട്ടു. ഞാൻ പിന്നെയും ഇവിടെ ഉള്ളവരെ മുഴുവൻ വിളിച്ച് അലറിയെങ്കിലും ഒന്നും പാത്രക്കുന്ന മട്ടില്ല. ബിരിയാണിക്ക് എല്ലാവരും തിന്ന് തീർത്തോ എന്തോ. 5 ലെഗ് പീസെങ്കിലും തിന്നണമെന്ന് കരുതിയതാ. ബാക്കി ഉണ്ടാവോ എന്തോ. നമ്മളെ മൂക്കിൽ സ്മെല്ല് വന്നതും നമ്മൾ വീണ്ടും ഡോറ് ചവിട്ടി പൊളിക്കാൻ തുടങ്ങി. വെറുതെ അല്ല, ഇന്ന് ഹോർലിക്സ് കുടിച്ചിട്ടില്ല. എവിടെ തുറക്കാൻ? എന്നെ പൂട്ടിയിട്ടെത്തേണ്ടി ആരായാലും ബിരിയാണി തിന്നാൻ പറ്റില്ല പഠിച്ചോനെ. പണ്ടാരം വരുമ്പോൾ ഫോൺ എടുത്താൽ മതിയായിരുന്നു. ആരെങ്കിലും വന്ന് തുറക്കുന്നത് വരെ ഗെയിം കളിക്കായിരുന്നു. അല്ലാതെ രക്ഷപ്പെടാന്നല്ലേ. എല്ലാവരും കൂടി ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ സെൽഫി എടുക്കുമ്പോഴാണ് ഒരു വലിയ കുറവ് കണ്ടത്. ഏറ്റവും മുന്നിൽ കാണേണ്ട ആളാണല്ലോ, എവിടെ പോയെന്തോ. എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്നുണ്ടാവും. ചെക്കനും പെണ്ണും ഇറങ്ങാൻ നിന്നതും അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. കാക്കു, നീ എവിടെ? ഇന്ന് കണ്ടേ ഇല്ലല്ലോ. ആ, എനിക്കെങ്ങനെ അറിയാം? പറയും പോലെ ഇന്നവളെ കാലത്തൊന്ന് കണ്ടേ ഉള്ളൂ. ഫുഡ് കഴിക്കാനും കണ്ടില്ല. ഒന്നുമില്ലല്ലോ, അവിടെയെങ്കിലും കാണേണ്ടതല്ലേ. പിന്നിത് എവിടെ പോയി? അയ്യോ, എൻ്റെ മോള്. കുഞ്ഞിപ്പ മോങ്ങിത്തുടങ്ങി. ഷെമി, നിന്റെ കൂടെയല്ലേ അവളെ കണ്ടത്, പിന്നെ നിന്നെ കൂടെ അവളെവിടെ പോയി? ഞാൻ കണ്ടില്ല. ഇനി ഇന്ന് റിസൾട്ട് ആയതുകൊണ്ട് തോൽക്കൊന്ന് കരുതി എങ്ങോട്ടെങ്കിലും പോയി കാണോ? എന്നെ കൂടി വിളിക്കായിരുന്നു. ഇത് അതിനേക്കാൾ വിവരമില്ലാത്ത ഒന്നാണല്ലോ പഠിച്ചോനെ. ഞാൻ തന്നെ വീട് മുഴുവൻ തിരക്കിയെങ്കിലും അതിനെ കണ്ടില്ല. ഇനി റിസൾട്ട് അറിഞ്ഞ് തോറ്റതുകൊണ്ട് മുങ്ങിയതാവും. പിന്നെയുള്ളത് കുളത്തിലായിരുന്നു തെരച്ചിൽ. തോൽവിയൊന്നും അതിനൊരു സങ്കടമല്ല, അതിനു വേണ്ടി ചാകാൻ പോകാൻ. അയ്യോ, എൻ്റെ മോളെ കാണാല്ലേ എന്നും പറഞ്ഞ് രണ്ടും കരച്ചിൽ തുടങ്ങിയതും നമുക്ക് ടെൻഷനായി. നിന്നോട് അവൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിരുന്നു? ഇല്ല. എങ്കിൽ ഞാനും കൂടെ പോയേനെ. ഇനി ആ ബംഗാളിയുടെ കൂടെ പോയി കാണുമോ? ഓനാണെങ്കിൽ കാലത്ത് അവളെ കാണാൻ നല്ല മൊഞ്ചാണൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു? അന്നേരം അവൾ പല്ല് വരെ തേച്ചിട്ടില്ല. ഓളെയൊക്കെ കാണാൻ ഓന് മൊഞ്ചെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞാലെന്തോ ഓന്? ഇത് വേറൊരു നീയാണല്ലോ. ഓൻ്റെ ഒലിപ്പീരി കേട്ട് കൂടെ പോയി കാണും. അതത്രയല്ലോ വിവരമുള്ളൂ. അവളങ്ങനെ പറഞ്ഞെങ്കിലേ ഓൾ ഓൻ്റെ കൂടെ തന്നെയാവും പോയത്. ഓൾ ആരെങ്കിലും സ്നേഹിക്കുന്നത് കാണുമ്പോൾ ചെയ്ത തെറ്റ് മുഴുവൻ വിളിച്ചു പറയുന്നത് അവള്. എങ്കിൽ ഇപ്പം തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കാം. അന്നേ അവളെ കാണുമ്പോൾ അവനൊരു ഇളക്കം കണ്ടതാ. എന്നാലും അവൾ ഇത്ര പെട്ടെന്ന് കൂടെ പോയോ? ഞാൻ പിന്നെ കുഞ്ഞിപ്പേയും കൂട്ടി ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ഓ നാട്ടിൽ പോയെന്ന് ഓളെയും കൊണ്ട് പോയതാവും. പിന്നെ പോയത് സ്റ്റേഷനിലാണ്. ഹിന്ദി പോലും അറിയാത്ത അവൾക്ക് എങ്ങനെ മനസ്സിലായെന്തോ അവൻ പറഞ്ഞതൊക്കെ. ഈ സമയം ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. ആൺകുട്ടിയാണ്. ഡോക്ടർ വന്ന് പറഞ്ഞതും ഞാൻ അനുവിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ചു. അങ്ങനെ ഞമ്മക്കൊരു കുറുമ്പനെ കൂടെ കിട്ടി. അപ്പം തന്നെ അപ്പുക്കാരനെ വിളിച്ച് പറഞ്ഞു പുള്ളി കാലത്തിന് എത്തും എന്ന് കേട്ടപ്പോൾ സന്തോഷം ഇരട്ടിയായി. അതേ, എല്ലാം കഴിഞ്ഞു. ഇനിയും നിങ്ങളിവിടെ നിൽക്കാതെ അകത്തേക്ക് ചെന്ന് മോനെ കണ്ടോ? ഞാൻ ഉപ്പച്ചി അകത്തേക്ക് ഉന്തിത്തള്ളി വിട്ട് ആമിക്ക് ഫോൺ ചെയ്തു. ആമി, ഇത്ത് പ്രസവിച്ചു. എടാ, ഇവിടെ ആകെ പ്രശ്നടാ. എന്താടാ, കല്യാണം നടന്നില്ലേ? അതൊക്കെ ഭംഗിയായി നടന്നു. ഇത് നീയല്ലേ? അവളെ കാണാനല്ല, ആ ബംഗാളി കൊണ്ടുപോയെന്നാ തോന്നുന്നേ. ഓ, അതാണോ? എന്താ പറഞ്ഞേ? പടച്ചോനെ, അതിനെ നമ്മളല്ല ബാത്റൂമിലിട്ട് പൂട്ടിയത്. ഇതുവരെ വെളിയിൽ ഇറങ്ങിയില്ലത്. എടാ, നീയെ മറിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയെന്ന്. അവർ പോയ ബസ്സെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജീവനോടെ കിട്ടിയാൽ മതിയായിരുന്നു. പടച്ചോനെ, ഇതെങ്ങനെ അമ്മി അറിഞ്ഞ എന്നെ തല്ലി കൊല്ലും. വെളുപ്പിനെ അടച്ചു വെച്ചതല്ലേ, ജീവനോടെ കാണുമോ എന്തോ. അവിടെ നിൽക്കാതെ അപ്പം തന്നെ വണ്ടി എടുത്ത് വിട്ടു. ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ചു നേരം പറ്റിച്ച് പിന്നെ തുറന്നു വിടാതെ കരുതിയതാ. ആ ടെൻഷൻ കൊണ്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ കാര്യം വിട്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ താഴെ മുറിയിൽ നിന്ന് പെണ്ണുങ്ങളെ കൂട്ടക്കരച്ചിൽ കേൾക്കാം. ഞാൻ ഒച്ചയുണ്ടാക്കാതെ ഡോർ തുറന്ന് അകത്ത് കയറി ബാത്റൂമിൽ നോക്കിയപ്പോൾ അവളുടെ ഇരുന്നുറങ്ങുന്നു. പഠിച്ചോനെ, ഇനി ബോധം പോയതാണോ? നീയാ, എണീക്ക് എന്നും പറഞ്ഞ് തട്ടി വിളിച്ചതും പെണ്ണ് കണ്ണു തുറന്ന് എൻ്റെ അടുത്ത് നോട്ടം.
കുറച്ചുകൂടെ ഉറങ്ങട്ടെ ബാപ്പച്ചി. ഇത് ഇതിനകത്താണെന്ന് അറിഞ്ഞിട്ടില്ലേ? എടി എണീക്ക്, വേണേ മുറി പോയി കിടന്നോ. അത് കിടന്നുമ്പോൾ അവള് നമ്മളെ നോക്കി പല്ല് കടിച്ചു. ഉറങ്ങാനും സമ്മതിക്കില്ലേ? തൻ്റെ കാറിലൊന്നും അല്ലല്ലോ. ഭാഗ്യം, ബോധമുണ്ട്. വെളിവ് പിന്നെ പണ്ടേ ഇല്ലല്ലോ. വരേണ്ടിയെന്നില്ല, ഇവിടെ തന്നെ സമാധി ആയിക്കോട്ടെന്ന് കരുതിയാൽ മതിയായിരുന്നു. എടി ഇത് ബാത്റൂമോ? വീണ്ടും കണ്ണും തോന്നി ചുറ്റും നോക്കി. കല്യാണമൊക്കെ കഴിഞ്ഞു കാണൂലേ? ഹേയ്, ബിരിയാണിയെങ്കിലും ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുളിക്കാൻ വരില്ലായിരുന്നു. ബിരിയാണി എത്ര വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. ഇപ്പം ഇവിടെ നിന്ന് എണീറ്റേ. എണീക്കാൻ പറ്റണ്ടേ? എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അവളെയും കോരിയെടുത്ത് മുറിയിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. അയ്യോ, എല്ലാരും എവിടെ? നീ എന്തിനാ എന്നെ എടുക്കുന്നേ? എല്ലാരും നിന്നെ കാണാത്തൊന്ന് തപ്പി നടക്കുക. അപ്പൊ എന്നെ കാണുന്നില്ലേ? അപ്പൊ ഇയാൾക്ക് കാണുന്നതോ? ഗഡി, നീ ഇത്രയും നേരം ബാത്റൂമിലല്ലായിരുന്നു. അപ്പൊ നിന്നെ കാണാതായില്ലേ? അതാ പറഞ്ഞത്. നീ എവിടെ പോയെന്ന് കരുതി നിന്നെ അന്വേഷിച്ച് നടക്കെല്ലാരും. അപ്പൊ എന്നാരവിടെ പൂട്ടിയിട്ടത്? കയ്യിലിരിപ്പോണ്ടല്ലേ. നീയല്ല എന്നെ പൂട്ടിയിട്ടത്. എനിക്ക് ബിരിയാണിയെങ്കിലും എടുത്തുകൊണ്ട് വന്ന് തരാമായിരുന്നു. കല്യാണം പോയതല്ലല്ലോ അവൾക്ക് സങ്കടം, ബിരിയാണി പോയതാ. ബിരിയാണിയൊക്കെ തരാം. തൽക്കാലം നിന്നെ കിട്ടിയ വിവരേ അവരോട് പറയട്ടെ, അല്ലെങ്കിൽ അവർ ആ ബംഗാളിയെ തല്ലിക്കൊല്ലും. ഏത് ബംഗാളി? നിന്റെ കെട്ടിയോൻ. അവൾ കാര്യമായ ചിന്തയിലാണ്. അമ്മയെ വിളിച്ചതും അവനപ്പം തന്നെ ഫോൺ എടുത്തു. അമ്മേ, നീ തിരച്ചിലൊക്കെ നിർത്തി പെട്ടെന്ന് വീട്ടിലേക്ക് വാ. അതെന്തിനാടാ? നിന്റെ സ്വന്തം വീട്ടിൽ നിന്റെ സ്വന്തം മുറിയിൽ ബാത്റൂമിലുണ്ടായിരുന്നു നീയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മുതല്. എന്താ? അമിക്ക, ഈ തെണ്ടേജനെ പൂട്ടിയിട്ടു. ഫോണും തട്ടിപ്പറിച്ച് അവൾ അറിയത് ഞാൻ ഞെട്ടി പണ്ടാരടങ്ങി നിന്നു. ഇനിയിപ്പം ഞാൻ എന്ത് പറയാനാ? എന്താവോ എന്തോ. അവൾ പിന്നെ താടിക്ക് കൈ കൊടുത്ത് വലിയ ആലോചന. എനിക്കുള്ള ബാക്കി പണി ആലോചിക്കാവൂ.